Hello guys, welcome to a new video. ഇന്നത്തെ വീഡിയോയിൽ മിക്സറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. FL സ്റ്റുഡിയോയിൽ മെയിൻ പേജിൽ പോയിട്ട് മിക്സർ ഇവിടെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ F9 ക്ലിക്ക് ചെയ്യുക. അത് ചെയ്ത ശേഷം മിക്സറിലേക്ക് വരിക. മിക്സറിൽ പ്രധാനമായിട്ടും 4 പാർട്ടുകളാണുള്ളത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ചാനൽ, കറണ്ട് ചാനൽ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ടിൽ മാസ്റ്റർ ചാനലാണ്. ഇവിടെയാണ് മാസ്റ്ററിങ് നമ്മൾ ചെയ്യുക. നമ്മൾ മിക്സിംഗ് എല്ലാം ചെയ്ത ശേഷം ഫൈനലായിട്ട് മാസ്റ്ററിങ് നടത്തുന്നത് ഈ ട്രാക്കിൽ വെച്ചാണ്. ഇവിടെ ട്രാക്കിലാണ് മാസ്റ്ററിങ്ങിനുള്ള പ്ലഗിൻസ് എല്ലാം ആഡ് ചെയ്ത് മാസ്റ്ററിങ് നടത്തുക. അതുപോലെ തന്നെ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ട്രാക്കുകളാണ്. മൂന്നാമത്തെ പാർട്ടിൽ ഇൻഡിവിജ്വൽ ട്രാക്കിൽ നമുക്ക് മിക്സിംഗ്, എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെയും മിക്സിംഗ് നടത്തുന്നത് ഈ ട്രാക്കുകളിലൂടെയാണ്. വോയിസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വോക്കൽസിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും മിക്സിംഗ് നടത്താനായിട്ടുള്ള ഇൻഡിവിജ്വൽ ട്രാക്കുകളാണ് ഈ ട്രാക്കുകൾ. ഓക്കെ, നാലാമത്തെ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എഫക്റ്റ് സ്ലോട്ടാണ്. എഫക്റ്റ് സ്ലോട്ട് ഡീഫോൾട്ടായിട്ട് റൈറ്റ് സൈഡിലാണ് വരിക. ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്കൊന്ന് മാറ്റുകയാണ്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മിക്സറിലെ ലാസ്റ്റ് പാർട്ടാണ് ഈ എഫക്റ്റ് സ്ലോട്ട്. എഫക്റ്റ് സ്ലോട്ടിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഇൻഡിവിജ്വൽ ട്രാക്ക് എടുക്കുക. ഇപ്പം ഞാനിവിടെ ഇൻഡിവിജ്വൽ ട്രാക്കിൽ ഗിറ്റാറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗിറ്റാറിന് നമ്മൾ കൊടുക്കുന്ന എഫക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള സ്ലോട്ടുകളാണ് ഈ എഫക്റ്റ് സ്ലോട്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പം ഗിറ്റാറിൽ ഞാനിവിടെ എഫക്റ്റുകളൊന്നും കൊടുക്കാതെ ഒന്ന് കേട്ടുന്നു. ഇത് ഒറിജിനലായിട്ടുള്ള ഗിറ്റാറ്. ഇത് എഫക്ട്സ് ഒന്നും കൊടുക്കാതെയുള്ള ഗിറ്റാറിൻ്റെ സൗണ്ടാണ് വരുന്നത്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യും, എഫക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഏത് ഡിലേ ആണോ അല്ലെങ്കിൽ റീവർബ് ആണോ അല്ലെങ്കിൽ ഈക്വലൈസിങ് ആണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ആ പ്ലഗിൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇതിലേക്ക് ഈക്വലൈസിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ഈക്വലൈസിങ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആഡ് ചെയ്യാതെ അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഇത് ഒറിജിനൽ സൗണ്ട്. ഇനി ഞാൻ ഈക്വലൈസിങ് ചെയ്ത ശേഷമുള്ള സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്ത് എനിക്ക് ബേസും അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസിയും കുറച്ച് കട്ട് ചെയ്ത് എൻ്റെ ഈ മ്യൂസിക്കിന് ആപ്റ്റായിട്ടുള്ള ഒരു ഈക്വലൈസിങ് നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇനിയും റീവർബോ അല്ലെങ്കിൽ ഡിലേയോ എന്തെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ റീവർബ് കൊടുത്തിട്ടുണ്ട്. റീവർബ് കൊടുത്ത ശേഷമുള്ള ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ട്രാക്കിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഫക്ട്സ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് ഈ എഫക്റ്റ് സ്ലോട്ടുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എഫക്റ്റ് സ്ലോട്ടിലും നമുക്കിത് ഇപ്പോൾ ഈക്വലൈസിങ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്തിടാം. അതുപോലെ ഇതിൻ്റെ വോളിയം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഇവിടെയും റീവർബിൻ്റെ അധികം ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസാണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ ട്രാക്കിൽ തന്നെ ഇതിൻ്റെ ബേസ്, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി എല്ലാം കുറയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. അതും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള മിക്സറിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഈ 4 പാർട്ടുകളാണ്. ഇനിയും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോവുകയാണ്. ഇനിയും ഓരോ ചാനലിലേക്ക് ഞാൻ വരികയാണ്. ഓരോ ഇൻഡിവിജ്വൽ ട്രാക്കുകളിലേക്ക് വരികയാണ്. ഫസ്റ്റ് ഒന്നാമത്തെ ട്രാക്കിലേക്ക് വരുന്നു. ഇതിൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇത് റീനെയിം, കളർ, അതുപോലെ തന്നെ ഇത് റീനെയിം കൊടുക്കാനും കളർ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ്. കളർ കൊടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് പേര് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണത്. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഐക്കൺസ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഗിറ്റാറിന് ഞാൻ ഒരു കളർ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്ത ശേഷം നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ഇൻസേർട്ട് ആകും. അങ്ങനെ ഓരോ ചാനലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണത്. അടുത്ത ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കളറും ഐക്കണും എല്ലാം കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് അതനുസരിച്ച് ചെയ്താൽ മതിയാവും. പിന്നെ പ്രധാനമായിട്ടും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ചാനൽ റൂട്ടിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ചാനൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നേരത്തെ എൻ്റെ ചാനൽ റാക്ക് വീഡിയോയിൽ ചാനൽ റാക്ക് വഴിയാണ് നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ആഡ് ചെയ്യുന്നതിനെ പറ്റി പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനിതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ആർപേജിയോ എന്ന് പറഞ്ഞാൽ ഈ ഗിറ്റാർ എന്ന് പറയുന്ന ആ ഇൻസ്ട്രുമെൻറ്റ് ഒന്നാമത്തെ ട്രാക്കിലേക്ക് വരണം. ഒന്നാമത്തെ ട്രാക്കിൽ ഓൾറെഡി ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ട്രാക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒന്നാമത്തെ ട്രാക്കിലേക്ക് വരണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ മിക്സറിലേക്ക് പോവുക. മിക്സറിലേക്ക് പോയ ശേഷം റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് ചാനൽ റൂട്ടിംഗ്. അപ്പോൾ നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ട്രാക്കിലേക്ക് വരും. അതിനുള്ള കാര്യമാണത്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കത് ഇപ്പം 20ാമത്തെ ട്രാക്കിലേക്ക് പോകണമെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ പറഞ്ഞിരിക്കുക. അടുത്തത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതിയാവും എന്താണെന്നുള്ളത്. ഓക്കെ,
ഇനിയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഗിറ്റാർ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഗിറ്റാറില്ല ഒന്ന് കേട്ട് നോക്കാം. അതിനുള്ള ഓപ്ഷനാണിത്. ഓക്കെ, ഈ രണ്ടാമത്തെ ഈ നോബ് എന്ന് പറയുന്നത് പാനിങ്ങിനുള്ള ഓപ്ഷനാണ്. ഒന്ന് കേട്ട് നോക്കാം. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് പാനിങ്. അപ്പോൾ ആ പാനിങ്ങിനുള്ള ഒരു നോബാണത്. അടുത്തത് റിവേഴ്സ് പോളാരിറ്റി. ഒന്ന് ഇട്ട് എനേബിൾ ചെയ്തിട്ടൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, അടുത്തത് ഇത് സ്വാപ്പ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനലാണ്. അപ്പം ഇടതുവശത്തും വലതുവശത്തും ഒന്നിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണത്. അത് നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി അടുത്തത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മോണോ, ഇത് സ്റ്റീരിയോ. അതായത് ഇത് വൈഡായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുകയും ഇത് തിന്നായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടാനുമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഒന്ന് കേട്ട് നോക്കാം. ഇപ്പം ഗിറ്റാറിൻ്റെ വോയിസ് തിന്നായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വൈഡായിട്ട് വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഇങ്ങനെ കറക്കി എടുത്താൽ മതിയാവും. ഞാനിതൊരു 50% ആയിട്ടാണ് ഇത് ഇട്ടിരിക്കുക. ഓക്കെ, അത് നമുക്കങ്ങനെ ചെയ്യാം. പിന്നെ ഇത് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഇത് നോബെന്ന് പറഞ്ഞാൽ ഫേഡറാണ്. നമുക്കിത് ഓരോ ഇൻഡിവിജ്വൽ ട്രാക്കിനും എന്തോരം വോളിയം വേണം അല്ലെങ്കിൽ എന്തോരം വോളിയം കുറയ്ക്കണം അതിനുള്ള ഓപ്ഷനാണിത്. ഇതിലൂടെയാണ് നമ്മൾ മിക്സിങ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനി അടുത്തത് ഇതൊരു എഫക്ട്സ് ബട്ടണാണ്. എഫക്ട്സ് ഇപ്പം നമുക്കിതിൽ എഫക്ട്സുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അടുത്തത് ലേറ്റൻസി. അത് നമുക്കത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആം ഡിസ്ക് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം ഈ റൈറ്റ് സൈഡിലേക്ക് പോയി ഇപ്പം എനിക്കിപ്പം ഗിറ്റാറിൻ്റെ ഈ ഒന്നാമത്തെ ട്രാക്കിലുള്ള ഗിറ്റാറിൻ്റെ എഫക്റ്റ് ഇല്ലാതെയോ എന്തെങ്കിലും എഫക്റ്റോടെ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എനേബിൾ ചെയ്തിടുക. എഫക്റ്റ് ഇല്ലാതെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡിസേബിൾ ചെയ്യുക. എഫക്റ്റോട് കൂടി ഇതിൻ്റെ ഒരു പുതിയ ട്രാക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഡിസ്ക് റെക്കോർഡിംഗ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതിൽ റെൻഡർ ടു വേവ് ഫയൽസ്. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് CPU ലോഡിങ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ VST കോണ്ടാക്റ്റിൽ നിന്നോ സെറത്തിൽ നിന്നോ എടുത്തതാണെന്നുണ്ടെങ്കിൽ, സെറോ എന്ന് പറയുന്ന VST ഉണ്ട്. ആ VSTകളെല്ലാം തന്നെ ഹൈ ആയിട്ട് CPU ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ CPU ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളിതെല്ലാം മിക്സിങ് നടത്തുമ്പോൾ സമയത്താണെങ്കിൽ CPU പ്രശ്നം ഉണ്ടാകും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPUവിൽ കുറച്ച് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ആ CPUവിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിതിൽ റെക്കോർഡ് ചെയ്ത് വേവ് ഫയലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ CPU ഈസി ആയിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണത് പലപ്പോഴും യൂസ് ചെയ്യുന്നത്. CPU ലോഡിങ് എങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നതിനെ പറ്റിയുള്ള വീഡിയോ വേറെ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്ത താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടണുണ്ട്. ഇവിടുത്തെ ബട്ടൺ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പം ഇവിടെ ഗിറ്റാർ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ 4 ഗിറ്റാർ എടുക്കാമെന്ന് വിചാരിക്കുക. ഇത് 4 ഗിറ്റാറാണെന്ന് വിചാരിക്കുക. 4 ഗിറ്റാറിൽ എനിക്ക് ഒരേപോലെ എഫക്ട്സ് കൊടുക്കാൻ പറ്റും. ഇത് ഇൻഡിവിജ്വൽ ട്രാക്കിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാതെ ഒന്നിച്ച് ഈ 4 ഗിറ്റാറിനും ഒരേ എഫക്റ്റും ഒരേ ഈക്വലൈസിങ് കൊടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 15 ട്രാക്ക് എടുക്കുക. ആ ട്രാക്കിലേക്ക് ഞാനൊരു എഫക്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു എഫക്റ്റ് കൊടുക്കുന്നു. കൊടുത്ത ശേഷം നമ്മളിപ്പം 4 ട്രാക്കുകൾ സെലക്ട് ചെയ്യുക. 4 ട്രാക്ക് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കൊണ്ടുവരിക. മൗസ് കൊണ്ടുവന്ന ശേഷം റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം റൂട്ട് ടു ദിസ് ട്രാക്ക് ഓൺലി എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആ 4 ട്രാക്കുകളും ഇതിലേക്ക് റൂട്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ട്രാക്കിൻ്റെയും സൗണ്ട് ഇതിൽ വന്ന ശേഷം മാസ്റ്റർ ചാനലിലേക്ക് പോകും. ഇതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഇത് ആ ഒരു പിൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. കണ്ടോ, ഇതിങ്ങനെ വരാത്തതുകൊണ്ട് ഇതിലേക്കാണ് വരിക. അപ്പോൾ നമുക്കിപ്പോൾ ഈ 4ൻ്റെയും ഈ 4 എണ്ണത്തിൻ്റെയും എഫക്ട്സ് ഒന്നിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈക്വലൈസിങ് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ഒരേ രീതിയിലുള്ള ഈക്വലൈസിങ് ആവശ്യമെങ്കിൽ നമുക്കിവിടെ തന്നെ സെറ്റ് ചെയ്യാം. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഇത് മിക്കപ്പോഴും വലിയ വർക്കുകൾ ചെയ്യുന്ന സമയത്താണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരിക. അതുപോലെ തന്നെ ഇത് എനേബിൾ ചെയ്ത് കിടക്കുകയാണ്. ഞാൻ ഇത് ഡിസേബിൾ ചെയ്യുകയാണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതിലേക്ക് ആഡും ചെയ്യണം. ഓക്കെ, അങ്ങനെ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയും ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഓൾറെഡി ഡിസ്ക് റെക്കോർഡിങ്ങിനെ പറ്റി പറഞ്ഞതാണ്. പിന്നെ ഡിലേ കോമ്പൻസേഷനെ പറ്റി ഇവിടെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഇതൊന്ന് നമ്മൾ ഇടുക. ഇത്
വേവ് ഫോംസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. വേവ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പം ഡിസ്പ്ലേയിൽ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് വന്നിരുന്നത്. ഇപ്പം വേവ് ഫോമിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഗെയിനും മറ്റു കാര്യങ്ങളെല്ലാം കുറയ്ക്കാനും കൂട്ടാനും എല്ലാം പറ്റും. അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് നെയിം സെറ്റ് ടോപ്പ്. ഇപ്പം നെയിം സെറ്റ് ടോപ്പ് വന്നതിനെ ഇങ്ങനെ കൊടുക്കാനായിട്ട് ഇങ്ങനെ വരും. ഞാൻ പഴയ പോലെ തന്നെ കൊടുക്കുകയാണ്. ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത്. ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്ന ഓപ്ഷനെ പറ്റി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡിറ്റാച്ച്ഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മിക്സർ പോവും. ഇപ്പം മിക്സർ നമുക്ക് അവിടെ തന്നെ അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതിയാവും. ഇത് റീനെയിം മറ്റു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതിയാവും. ബാക്കിയുള്ളതൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം. ഇവിടെ സെപ്പറേറ്റർ എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റ് ഗ്രൂപ്പ്. നമുക്കിപ്പോൾ ഈ നാലെണ്ണം ഒന്നിച്ചൊരു ഗ്രൂപ്പാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുത്ത് റീനെയിം ചെയ്ത് കൊടുത്താൽ മതി. അത് 4 ഒറ്റ ഗ്രൂപ്പായിട്ട്. ഇപ്പം ഡ്രംസിൽ കിക്ക് അല്ലെങ്കിൽ സ്നെയർ എല്ലാം കൂടെ ഒറ്റ സെറ്റാക്കി വിടണം, ഡ്രംസ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ഡ്രംസ് എന്ന് പറയുന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഇത് ക്രിയേറ്റ് കൊടുത്ത് അങ്ങനെ ഡ്രംസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് ഇവിടെ സെപ്പറേറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. സെപ്പറേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണും. ഇപ്പം നമുക്ക് ഈ 4 ഡ്രംസ് ആണെന്നുണ്ടെങ്കിൽ ഈ 4നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷനാണത്. ഓക്കെ, ഇപ്പം ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്തു. ഇനി എനിക്കിതിനെ ഡ്രോപ്സിനെ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുള്ള ഓപ്ഷനാണത്. ഉണ്ടോ, ഇതിപ്പം സെപ്പറേറ്റ് ആയിട്ട് ഇത് ഡ്രോപ്പ് നിൽക്കും. ഇത് പലപ്പോഴും സൈഡ് ചെയിനിങ്ങിനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഇടുന്നതാണ്. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്കത് വേവ്സ് ഫോമോ മറ്റു കാര്യങ്ങളൊക്കെ, ഇപ്പം ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ്, ഇപ്പം വേവ് ഫോമായിട്ട് വരും. അത് അതിനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വോളിയം, സ്റ്റീരിയോ സെപ്പറേഷൻ മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീരിയോയുടെ മറ്റ് വർക്ക് അതിൻ്റെ നോബുകളൊക്കെ വരും. ഇത് എനേബിൾ ആക്കിയിട്ടാൽ നല്ലതായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ വൈഡായിട്ടുള്ള ഇത് കിട്ടും, ഇതിൽ കുറച്ചും കൂടെ വൈഡ് കുറഞ്ഞത്. ഇവിടെ കുറച്ച് ഇപ്പോൾ എഫക്ട്സ് അതില്ലാതെ വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഇതിനുള്ള ഓപ്ഷനാണത്. ഇവിടെ വൈഡ് ഓപ്ഷനുണ്ട്. ഇതിൽ കോമ്പാക്റ്റ് ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് വൈഡ് 3 ആണ്. സോറി, വൈഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇതിലാകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സ്ട്രാ ലാർജ് വേണ്ടവർ എക്സ്ട്രാ ലാർജ് ഇട്ടാലും ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യൂ എടുത്താൽ മതിയാവും. ഓക്കെ, ഫൈനലായിട്ട് ഞാൻ ചെയ്തൊരു വർക്ക് അതെങ്ങനെയാണ് മിക്സിങ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ ഇത് ഗിറ്റാറ്, അതുപോലെ തന്നെ ഇവിടെ ഡ്രംസ് വരുന്നുണ്ട്. ഇത് പാഡ് ഒരെണ്ണം വരുന്നു, ബേസ് 2, ബേസ് 3 കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു വോക്കൽ ചോപ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു ഡ്രോപ്പ് കൊടുത്തിരിക്കുന്നു. ഓരോ ട്രാക്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമുള്ള ഈക്വലൈസിങ് എല്ലാം കൊടുക്കാം. ഇങ്ങനെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മിക്സറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനിയും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സംശയമായിട്ട് ചോദിച്ചാൽ മതിയാവും. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി. താങ്ക് യു.